അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒരുപാട് ആളുകൾ മാനസികമായിരിക്കുന്ന രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വളരെ വലിയ ദുഃഖമനുഭവിക്കുന്നവർ, വിഷമമനുഭവിക്കുന്നവർ, ഉറക്കക്കുറവുള്ളവർ, വിഷാദ രോഗം, ടെൻഷൻ അടിക്കുന്നവർ, മാനസിക വിഷമം അനുഭവിക്കുന്നവർ, ഉന്മേഷക്കുറവുള്ളവർ, ക്ഷീണമുള്ളവർ, തളർച്ചയുള്ളവർ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും വേഗത്തിൽ അവരുടെ രോഗം മാറിക്കിട്ടാൻ ഉപകരിക്കുന്ന ഖുർആനികമായിരിക്കുന്ന മരുന്നിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തുൽ അഹ്സാബ്, അതിലെ 56-ാമത്തെ ആയത്ത് നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിനെയാണ് നാം ഓതേണ്ടത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് നമുക്ക് കൽപ്പിക്കപ്പെട്ട ആയത്താണിത്. എന്നാൽ ഈ ആയത്ത് കൊണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗത്തിന് വേണ്ടി ശിഫയായി ഉപയോഗിക്കാം എന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. മാനസിക പിരിമുറുക്കമുള്ളവർ, ഉറക്കക്കുറവുള്ളവർ, പ്രഷർ സംബന്ധമായ അസുഖങ്ങളുള്ളവർ 5 വക്ത് നിസ്കാര ശേഷം, അതുപോലെ തന്നെ ളുഹയുടെയും തഹജ്ജുദിന്റെയും ശേഷം, ഇങ്ങനെ 7 സമയങ്ങളിൽ ഈ ആയത്ത് ഓതേണ്ടതുണ്ട്. 2 കൈയും തലയിൽ വെച്ച ശേഷം ഈ ആയത്ത് 4 തവണ ഓതുക. ഇങ്ങനെ കുറച്ചു നാൾ ചെയ്താൽ പറയപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നതാണ്. ഈ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ ചെയ്തു നോക്കുക. കൂടെ സൂറത്തുൽ ഇൻഷിറാഹ്, നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തു ശറഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്തിനെയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിശ്ചിത എണ്ണം കണക്കാക്കി നിത്യമായി പാരായണം ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാനസിക രോഗം, ദുഃഖം, വിഷമം, ഉറക്കക്കുറവ്, വിഷാദരോഗം, ടെൻഷൻ, പ്രഷർ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് വേഗത്തിൽ മോചനം ലഭിക്കും, നല്ല ആശ്വാസം ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് മോചനം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.